I2ഐക്ക് താഴിട്, സുനിലിനെ തൂക്കി അകത്തിട്, ഹാലിളകി വിജയൻ. കഴിഞ്ഞ ദിവസം I2ഐ ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തുവാൻ വിജയന് ലഭിച്ചത് കോടികൾ എന്ന തലക്കെട്ടോടെയാണ് ഞങ്ങൾ ആ വാർത്ത നൽകിയത്. ഞങ്ങൾ വാർത്തയിൽ പരാമർശിച്ച വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത് പോലെ സഹാബ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് കുനിഞ്ഞു നോക്കി നിൽക്കുന്ന നല്ലൊരു ഫോട്ടോയും കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും 1,72,00,000 രൂപ കൈപ്പറ്റിയ ആ PV കുറിച്ചാണ്. അവനാണ് പരന്നാറി വിജയൻ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അവന് 3 കിടുങ്ങാമണിയും 2 ചങ്കും ഉണ്ടെന്ന് പാണന്മാർ പാടി നടക്കുന്നുണ്ടെങ്കിലും മൂത്രം ചോരാതിരിക്കാൻ സ്നഗിയും വെച്ച് കീഴ്പോട്ട് നോക്കിയാണ് ലവൻ നടക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ ആ PV ഞാനല്ല കേട്ടോ എന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ആ PV താനല്ല എന്ന് മുഖ്യമന്ത്രിയും വീണാക്കണ്ടിയുടെ അപ്പനായ സഹാബ് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് വിശ്വസിച്ചതുകൊണ്ടും ഞങ്ങൾ ഉദ്ദേശിച്ചത് പരനാറി എന്ന PV കുറിച്ചാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചല്ല. പക്ഷേ അത് തന്നെക്കുറിച്ചാണെന്ന് എന്തോ പിണറായി വിജയനൊരു തോന്നൽ. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഞങ്ങൾ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന മകളുടെ നേർച്ചപ്പെട്ടിയിൽ കർത്തയുടെ തൊട്ടുമേടിച്ചിട്ട ആ PV കുറിച്ചാണ്. ഇത് എന്നെക്കുറിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും സ്വപ്നയോട് പാല് കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ച ഞരമ്പാണോ അതോ ശശിയാണോ എന്നറിയില്ല, സൈബർ സെൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ വിളിക്കുന്നു. ഉടനെ തന്നെ വകുപ്പ് മേധാവി ഹരിശങ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു ഇൻസ്പെക്ടർ എന്നെ വിളിക്കുന്നു. ആ വീഡിയോ നീക്കം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ സാധ്യമല്ല, കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയല്ല, PV എന്ന പരന്നാറി വിജയനെ കുറിച്ചാണ്. അതിൽ മുഖ്യമന്ത്രി എന്തിനാണ് കുണ്ഠിതപ്പെടുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ബുദ്ധിമാനായ പോലീസ് ഓഫീസർക്ക് കാര്യം പിടികിട്ടി. നാട്ടിലെത്ര വിജയന്മാരുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും കൊടുക്കാതെ വാർത്ത കൊടുത്ത ഞങ്ങൾക്കെതിരെ ഒരു ഡിഫമേഷൻ പോലും എടുക്കുവാൻ സാധ്യമല്ല എന്നിരിക്കെ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ ഒന്ന് ചിരിച്ചു, ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, അതാ ഒരു പോലീസ് ജീപ്പ് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസിന് വെളിയിൽ വന്ന് നിൽക്കുന്നു. ഏതോ പെരും കുറ്റവാളികളെ തൂക്കാൻ വന്നതുപോലെ സർവ്വസന്നാഹങ്ങളും വീഡിയോ ക്യാമറകളും അടക്കം അതാ ഓഫീസിലേക്ക് കയറി വരുന്നു. കാര്യം എന്താണെന്ന് ഞാൻ തിരക്കിയപ്പോൾ താങ്കൾക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്തയുടെ പേരിൽ ഒരു സുമോട്ടോ കേസെടുത്തിട്ടുണ്ടെന്നും സെർച്ചുമായി സഹകരിക്കണമെന്നും പറയുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ 1 മാസം എനിക്കെതിരെ എടുത്തത് നോൺ ബെയിലബിൾ കേസ് ഉൾപ്പെടെ 7 കേസുകളാണ്. കാരണം ഏത് കാട്ടുകള്ളന്മാർക്കും ക്രിമിനലുകൾക്കും എതിരെ വാർത്ത കൊടുത്താലും ഒടുക്കം അത് ചെന്നെത്തി നിൽക്കുന്നത് അവരുടെ സംരക്ഷകനായ പിണറായി വിജയന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ എന്നെ അവർക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് I2ഐ പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ലവൻ പട്ടിയെ പോലെ 1.5 വർഷത്തിനുള്ളിൽ ഇറങ്ങിപ്പോകുമെന്ന് ഈ പോലീസുകാർ ഓർക്കുന്നില്ല. ഇവൻ ആയുഷ്കാലം കിങ് ജോങ് ഉന്നിനെ പോലെ ക്ലിപ്പ് ഹൗസിൽ മരപ്പട്ടിയേയും കെട്ടിപ്പിടിച്ച് പാലും കറന്നു കുടിച്ച് കിടക്കുമെന്നാണ് ഇവർ കരുതുന്നത്. പണ്ട് അന്തംഗമ്മികളെ വെച്ച് നടത്തിയ ഗുണ്ടായിസം ഇന്ന് പോലീസുകാരെ വെച്ച് നടത്തുന്നു. സെർച്ചിനെത്തിയ പോലീസുകാരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അവർ ഗത്യന്തരമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നറിയാം. കള്ളക്കേസെടുത്ത് ഓഫീസിൽ കയറി ഉപകരണങ്ങളടക്കം എടുത്തുകൊണ്ട് പോവുക, ഞങ്ങളുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കുക, സീഷർ മഹസർ പോലും കൈമാറാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളും രേഖകളും എടുത്തുകൊണ്ടു പോവുക തുടങ്ങിയ കിരാത നടപടികൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കേസ് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഈ അതിക്രമം ഓഫീസിൽ കയറി കാട്ടിക്കൂട്ടിയത്. ഞങ്ങൾക്ക് തുണ ബഹുമാനപ്പെട്ട കോടതി മാത്രമേ ഉള്ളൂ. വന്ന പോലീസുകാരുടെ ഡ്യൂട്ടി ഞാൻ തടസ്സപ്പെടുത്തിയില്ല. പക്ഷേ ഞാൻ ക്യാമറയിലൂടെ പ്രതികരിച്ചത് ഈ പിറപ്പുകേടുകൾ കാണിക്കുവാൻ നിർദ്ദേശം കൊടുത്ത പിണറായി വിജയനോടാണ്. ഇത് പോലീസുകാരോടുള്ള അമർഷമല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നലെ ഓഫീസിൽ പിണറായിയുടെ നിർദ്ദേശമനുസരിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയ പോലീസുകാർ നടത്തിയ ആ സെർച്ച് കാണുക. കൊടുത്ത വാർത്ത എന്താണെന്നോ കണ്ടന്റ് എന്താണെന്നോ ഇട്ട വകുപ്പുകൾ നിൽക്കുമോ എന്നൊന്നും നോക്കാതെയാണ് ഈ നടപടികൾ എന്നോർക്കണം. ഈ ശുഷ്കാന്തി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു, പോക്സോ കേസ് ഉൾപ്പെടെ നടന്നു എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് 4.5 കൊല്ലമായിട്ടും സുമോട്ടോ കേസ് എടുക്കുവാൻ ഉറപ്പില്ലാത്ത പോലീസാണ് ഇത് കാണിക്കുന്നത് എന്നോർക്കണം.
തലസ്ഥാനത്ത് ഗുണ്ടകൾ കിടന്ന് അഴിഞ്ഞാടുകയാണ്. എത്രയെത്ര കൊലപാതകങ്ങൾ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ. മയക്കുമരുന്ന് കച്ചവടക്കാരും സാമൂഹ്യ വിരുദ്ധന്മാരും ഇവിടെ അഴിഞ്ഞാടുകയാണ്. അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കുവാൻ പോലും പറ്റാത്തവരാണ് ഞങ്ങളുടെ ഓഫീസിൽ കയറി ഈ തേർവാഴ്ച നടത്തുന്നത് എന്നോർക്കണം. എന്തിന്? സത്യസന്ധമായ വാർത്തകൾ കൊടുത്ത പേരിൽ. കോടതിയിലെത്തിയാൽ പൊളിയും എന്നുറപ്പുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ കൊടുത്ത വാർത്തയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഓഫീസിൽ നിന്നും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ക്യാമറയും ലാപ്ടോപ്പും എഡിറ്റിംഗ് മെഷീനുകളും അടക്കം പിടിച്ചെടുത്ത് കൊണ്ടുപോയി. ആ ദൃശ്യങ്ങളിലേക്ക്. എന്താണ് എന്തോ വാർത്ത കൊടുക്കാൻ പോകുന്നത് എന്റെ പണി. എന്താണ് ആ എന്തായിരുന്നു കൊടുക്കേണ്ട കേസ്?
അതെ അതിനെന്താ കേസിനപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വാർത്ത കൊടുത്തു, ഇന്നും കൊടുത്തു, നാളെ കൊടുത്തു. അതിനകത്ത് എന്താ പ്രശ്നം എന്താണെന്ന് അതിനകത്ത് ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് എന്റെ പണിയാണ് ചെയ്യുന്നത്. എന്നോട് മറ്റേ സൈബർ ഹെഡ് പ്രോട്ടക്ഷൻ വിളിച്ച് എന്നോട് വിളിച്ചിരുന്നു മുഖ്യമന്ത്രി ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞത് ഡിലീറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞതാണ് സംഭവം. എന്താണ് ഇതിലുള്ള വകുപ്പ് എന്താണ് എന്താ സത്യം ഞാൻ കൊടുത്ത വാർത്തയോട് ബന്ധപ്പെട്ട് ഞാൻ ആ വാർത്ത കൊടുക്കുന്നത് കണ്ടത് ഇറക്കി ഞാൻ വാർത്ത കൊടുക്കുന്നത് എന്താണ് നമുക്ക് സെർച്ച് ചെയ്യുന്നത് സംഭവം ഈ പറയുന്ന കേരളത്തെ നശിപ്പിക്കുന്ന ഈ പരനാറി വിജയൻ എന്നുള്ളത് തലശ്ശേരായി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുവാണ്, കേരളത്തെ നശിപ്പിക്കുന്ന ഈ പരനാറി വിജയൻ ഞങ്ങളെപ്പോലുള്ള നഷ്ടമുള്ള ആണുങ്ങളെ ഇവർ പോലീസിനെ വെച്ച് ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പോലീസുകാരാണ്, ഇവരെ വെച്ച് ഇവ മാമാപ്പണി ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഇവന്റെ മകള് ഇവളെ നിങ്ങൾ കാണാനായിട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയത്, ഇത് പിണറായിയുടെ മറ്റേ അവന്റെ ഒന്നും പൈസ വെച്ചുണ്ടായതല്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലില്ല. കഴിഞ്ഞ 2 വർഷം എനിക്ക് നിങ്ങളോടുള്ള വിദ്വേഷമല്ല. നമുക്ക് നമ്മുടെ ജോലി ഇതിന്റെ ആദ്യം ശക്തമായിട്ട് തന്നെ നമ്മൾ അടിച്ചിരിക്കും. അത് പിണറായില്ല, അവന്റെ അപ്പൻ കോരം വന്നാലും ഞാൻ അടിച്ചിരിക്കും. അതൊക്കെ യാതൊരു വിഷയമില്ല. ഇതാണ് ആളുകൾ, മറ്റേ ഉറപ്പുള്ള ആളുകളുടെ വാക്കുകൾ. ഇവനൊന്നും ആളുകളെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും പോലീസുകാരെ നിങ്ങളെ ഇതാക്കുകയല്ല, ഒന്നുമല്ല. എന്റെ വിഷമം പറയില്ല. കാരണം കഴിഞ്ഞ 8 നോൺ വെയർ പെർമിറ്റാണ് ഈ 4 ഏജന്റിൽ ലഭിക്കുന്നത്. ഒന്നും കോടതി നിന്നില്ല. ഈ കേസിൽ എന്നെ നിങ്ങളിപ്പോ ജാമ്യത്തിന്റെ മനുഷ്യരുടെ മുന്നിൽ കൊടുക്കുക നിയമം അറിയാവുന്ന മനുഷ്യരുടെ മുന്നില് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പാർട്ടിസിപ്പേറ്റ് വേണം. ഞാൻ പറയും, ഞാൻ സോളിഡ് എനിക്ക് പ്രൂഫിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് സോളിഡ് പ്രൂഫുള്ള ഇവൻ പണം മേടിച്ചിട്ട് ഈ 4 തരം കാണിച്ചാൽ എന്റെ തെളിവാണുള്ളത്. നിങ്ങൾ കാണില്ല, ഇത് നമ്മൾ ഒളിഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരം നഗരത്തിലുള്ള സെക്രട്ടേറിയറ്റ് വളരെ അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജവഹർലാൽ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിലെ ഓഫീസിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒളിഞ്ഞോ മറിഞ്ഞോ ഇന്നല്ല, ഇവന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ വിളിക്കും. ഇവൻ കള്ളനാണെന്ന് ഞങ്ങൾ വിളിക്കും. അതിനകത്ത് പിണറായി നിന്റെ പോയി നീ ഇന്ന് 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പട്ടി പോലെ അത് നടന്നു. പട്ടി പോലെ അന്ന് ഞങ്ങളൊക്കെ നിന്നിട്ടുണ്ടല്ലോ. എന്നും മറ്റേ ഫ്ലൈറ്റിൽ കയറി നീ ആകാൻ നോക്കരുത്. ഈ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നീ വെറും ഇതാക്കണം. അത് ഞാൻ നിങ്ങളോട് പറയാമോ. നിന്റെ ഈ പേടി കാണുന്ന തകരാറുക ഞങ്ങളെപ്പോഴാ മറ്റൊന്നും വാഹനം കളയ്ക്കാൻ പറ്റത്തില്ല. അല്ല നീയൊക്കെ നമ്മളെ ആവശ്യമാണോ? അതൊന്നും കുഴപ്പമുണ്ടോ? ഈ സാധനങ്ങളൊക്കെ കരിമണൽ കർത്ത പോലുള്ള നാളികളുടെ മേടിച്ച് നിന്റെ മോടെ അക്കൗണ്ടിലിട്ടില്ലേ? അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതിനൊക്കെ ഓരോ കാലത്തും ഓരോ ആഴ്ചയും ആളുകളെ കിട്ടി സാധനങ്ങൾ പിടിച്ചോണ്ടുക. എന്നാലും എടാ നാളെ പിണറായി ഞങ്ങൾ ഈ പണി തന്നെ നിനക്കെതിരെ തെളിവുകളടക്കം നിങ്ങൾ വാർത്ത കാണിക്കും. നിന്റെ അപ്പം കോടതി അല്ല ഈ കേരളം. നീ അത് മനസ്സിലാക്കണം. ഇല്ലേ ഈ 1.5 കൊല്ലം കഴിയുമ്പോൾ പട്ടി ഇറങ്ങി പോകുന്നത് നീ വിളിച്ചു പോകും. അന്ന് ഞങ്ങളിവിടെ കാണും.
ഇതിനുശേഷം വൈകിട്ട് എനിക്ക് 41 CRPC അനുസരിച്ച് 2 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുവാൻ കാണിച്ച് നോട്ടീസ് നൽകുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വൈകിയപ്പോൾ ഏതാണ്ട് 10 മണിയോടെ ഓഫീസിന് വെളിയിൽ പോലീസ് ജീപ്പ് കറങ്ങുന്നു. ഒരു ജീപ്പ് പോലീസുകാർ ഓഫീസിലെത്തി എൻ്റെ മൊബൈൽ ഫോൺ നൽകുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. അവർ അത് വാങ്ങി പോവുകയും ചെയ്തു. ഞാൻ എന്ത് ക്രൈമാണ് ചെയ്തത്? എന്ത് ക്രൈമാണ് ഞാൻ ചെയ്ത് പറയാം? ഞാൻ പറഞ്ഞില്ല, ഇവർ ഞങ്ങളെപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ തീവ്രവാദികളാക്കുന്ന ഇതുപോലത്തെ ഈ പല ഇവരൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ മാന്യമായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ ജീവിക്കാൻ സംബന്ധിച്ചില്ലല്ലോ. ഞങ്ങളൊക്കെ അള്ളമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാകുന്നുണ്ട്. അള്ളമുട്ടി നിൽക്കുന്ന അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയുടെ ഒരു അങ്ങേറ്റം കണ്ടാൽ ഞാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർത്തു നോക്കി ക്ഷേമത്തിലേക്ക് റിപ്പോർട്ട് വന്നു. അതിന്റെ മണ്ടൽ അതിന്റെ മണ്ടൽ നിങ്ങൾക്ക് ഒരു കോഗ്നിറ്റീവ് ഓഫൻസിന് സ്വമേധയാ പ്രൊമോട്ടർ കേസെടുക്കാൻ ഉൾക്കൊള്ളുന്നിരിക്കെ ആ വാർത്ത കൊടുത്താൽ ഈ വിജയം എന്ന് പറയുമ്പോൾ കാശ് മേടിച്ചു തെളിവ് എന്തെങ്കിലുള്ള എന്നെ എടുത്ത് കൂട്ടാനായിട്ട് നടക്കുന്നത്. ശ്രീനിയെ കുറിച്ചത് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ രീതിയിൽ ശ്രീഷം മുഖത്തല്ല നമ്മുടെ സ്ഥാനം കൊണ്ടുപോകുന്നത്. ഞാൻ അത് അത്രയ്ക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല, കൊണ്ടുപോകുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു ഡീറ്റെയിൽസ് ഒരു ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങളുടെ മണ്ടയിൽ ഇപ്പൊ പ്രശ്നം വരും. പക്ഷെ ഇതുകൊണ്ട് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ പോകും. അതിനകത്ത് എന്തൊക്കെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം, ഈ പോയ സാധനങ്ങളെല്ലാം പല ദിവസങ്ങളിൽ കോടതി പോയി നമ്മളെ ഇത് അറിയാമോ, ഒരു അന്വേഷണ ഭാഗമായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കള്ളം ഞാൻ പറഞ്ഞു. ഇതുകൊണ്ടൊരു ഒന്നേ നമ്മളെ തീർക്കണം. അല്ലാതെ ഇപ്പൊ സെക്കൻഡിനാണ് ഇതിന്റെ 10 ഇരട്ടിനകത്ത് അടിക്കുന്നത്. എന്നിട്ടൊന്നും ഇതിലൊന്നും പേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസവും ഒന്ന് ടിപ്പറാണോ വാളാണോ പറഞ്ഞിറങ്ങുന്ന പണിയാണ് ചെയ്യുന്നത്. ഇല്ല, നമ്മൾ അത്രയും ഇതാക്കുന്നില്ല. പക്ഷെ ഒരു പെറ്റിക്കോസ് പോലും പുറപ്പെടുത്ത് കൊടുക്കുന്നതാണ് നമ്മൾ നിൽക്കത്തില്ല. ഇവരെന്ത് ചെയ്യാൻ കാരണം എനിക്കിപ്പോ കോടതിയിൽ നിന്ന് പൊളിച്ചതാണെങ്കിൽ പോലും എന്റെ എന്തൊക്കെ സാധനങ്ങളാ പോയെന്ന് എനിക്ക് മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട്.
എനിക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് ഓഫീസിലെ മുഴുവൻ സാധനങ്ങളും പിടിച്ചെടുത്ത് എല്ലാ രേഖകളും പിടിച്ചെടുത്ത് കൊണ്ടു ചെല്ലുവാനാണ്. അതുപോലെ തന്നെ പോലീസുകാരോടൊപ്പം പോലീസിന്റെ ക്യാമറ ടീമിനെ കൂടി വിട്ടത് അവർ പറഞ്ഞതുപോലെ പണി ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയാണെന്നാണ്. ദയവായി ഇനിയും വാർത്ത കൊടുക്കരുത്, അവരെ കിടത്തിപ്പൊറപ്പിക്കില്ല എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ PHQവിൽ നിന്നും എന്നോട് പറഞ്ഞത്. എനിക്ക് പിണറായി വിജയനോടും അവന്റെ പിടിച്ചുവെപ്പുകാരായ മോന്മാരോടും പറയുവാനുള്ളത്, ഇത്തരം വിരട്ടൽ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി എന്നാണ്. ഇതുകൊണ്ടൊന്നും സത്യം പറച്ചിൽ ഞങ്ങൾ നിർത്തില്ല. നീയൊക്കെ എന്തൊക്കെ എടുത്ത് കൊണ്ടുപോയാലും ഞങ്ങളുടെ പണി ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ സത്യമാണ് വിളിച്ചു പറയുന്നത്. മുഖ്യമന്ത്രി എന്ന പദവി ഒരു ജനസേവകന്റെയാണ്. വിമർശനത്തിന് അധീനനല്ല ആ പദവി. അതുപോലെ കേരളം അങ്ങയുടെ പിതാവ് ചത്തുപോയ കോരന്റെ വകയല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ജനങ്ങൾ ഈ കാബറക്കിയുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നത് വെറും മുണ്ണകളായതുകൊണ്ടും ഒരു പൗരന്റെ അവകാശങ്ങൾ അവർക്ക് അറിയാത്തതുകൊണ്ടും മാത്രമാണ്. വിജയ, നിന്റെ കടി മാറുന്നതുവരെ നീ ഈ പണി തുടരുക. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ നിയമവാഴ്ചയ്ക്ക് വിധേയമായി ഞങ്ങളുടെ പണി ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ബഹുമാനം ഇവിടുത്തെ നീതിപീഠത്തോട് മാത്രമാണ്. അവർ കൈവിടാത്തിടത്തോളം കാലം ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പരനാറി വിജയന്മാരെയും അവന്റെ പിടിച്ചുവെപ്പുകാരെയും ഞങ്ങൾ പേടിക്കില്ല. ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിരന്തരം എനിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് എന്നെ ഒരു സ്ഥിരം കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് ലഭിക്കുന്ന ജാമ്യം റദ്ദ് ചെയ്ത് തന്നെ ജയിലിലടയ്ക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് ദയവായി മനസ്സിലാക്കുക. എനിക്കിത് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നതിന് മുമ്പ് ഇവർ എന്നെ ഒരുപക്ഷെ ജയിലിലടക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തേക്കാം. ഇനിയും ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ എന്നോർത്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. തിങ്കളാഴ്ച ഞാൻ സ്റ്റേഷനിൽ പോകുമ്പോൾ എൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എന്നെ റിമാൻഡിൽ വിട്ടേക്കാം. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ സന്തോഷമായി ഞാൻ പോകും എന്നെൻ്റെ പ്രേക്ഷകരെ അറിയിക്കട്ടെ. എന്നാലും പിന്നോട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.